ഇന്നതേ ഈ കണ്ട ഫുഡ് മുഴുവൻ ഞങ്ങൾ കഴിച്ചു തീർക്കാൻ പോയ ഒരു കഥയാണ് കേട്ടോ ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാനും ഡോണയും കൂടെ തീരുമാനിച്ചു ഇന്ന് നമുക്കൊരു ഔട്ടിങ്ങിന് പോവാം, ഡിന്നർ ഇന്ന് പുറത്തുനിന്നാക്കാമെന്നൊക്കെ. അപ്പോൾ ആദ്യം തന്നെ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിട്ട് ഞങ്ങൾ പോയത് തൊട്ടടുത്തുള്ള പാർക്കിലോട്ടാണ്. കാരണം ഫോട്ടോഷൂട്ട് ഈസ് എ മസ്റ്റ്. അപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഞാൻ നാട്ടിലെ വെസ്റ്റ് സൈഡിൽ നിന്ന് വാങ്ങിയതാണ്, കൊച്ചിയിൽ നിന്ന്. ഞാൻ ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വാങ്ങിയതാണ്. ഈ ഡ്രസ്സ് എനിക്ക് കുറച്ചൊരു മെമ്മറീസൊക്കെ ഉള്ള ഡ്രസ്സാണ്. കാരണം ഞാനത് നാട്ടിൽ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അധികം ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കാരണം ഫസ്റ്റ് തിങ് ഞാൻ കുറച്ച് ഇൻസെക്യൂർഡായിരുന്നു. രണ്ടാമത്തെ കാര്യം എനിക്ക് ആ സമയത്ത് നാട്ടുകാരെ നല്ല പേടിയായിരുന്നു. കാരണം ഞാൻ കുറച്ച് ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ നാട്ടുകാർ അതും ഇതൊക്കെ വീട്ടിൽ പറയലും അയ്യോ കൊച്ചെന്താ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കും. എന്തിനാണ് വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ച് ഞാൻ നാട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ദേ പുറത്തേക്ക് വരാൻ വിസയും കാര്യങ്ങളൊക്കെ കിട്ടി. ഫസ്റ്റ് തന്നെ ഞാൻ പാക്ക് ചെയ്തത് ഈ ഒരു ഡ്രസ്സാണ്. ഇവിടെ വന്നിട്ട് ഞാനത് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഡ്രസ്സാണ്. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിലെത്തി. അപ്പോൾ ദേ മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ള റമ്മും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ അവിടെ. പക്ഷേ ഞങ്ങളതൊന്നും ഓർഡർ ചെയ്തില്ല. സ്റ്റാർട്ടറായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഒരു ചിക്കൻ ടിക്കയായിരുന്നു. പക്ഷേ സത്യം പറഞ്ഞാൽ ടിക്കനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൂടെ കിട്ടിയ മിൻ ചട്നിയാണ്. എന്താണെന്നറിയില്ല, നേരത്തെ എനിക്ക് മിൻറ്റും കൊറിയാണ്ടർ ലീവ്സും ഒന്നും തീരെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ ഇപ്പം കൊറിയാണ്ടർ ലീവ്സ് ഇപ്പോഴും വലിയ ഇഷ്ടമൊന്നുമല്ല, പക്ഷേ മിൻറ്റ് എനിക്കിഷ്ടമാണ് കേട്ടോ. അത് കഴിഞ്ഞ് മെയിൻ കോഴ്സായിട്ട് ഞങ്ങൾ വാങ്ങിയത് ഗാർലിക് നാനും കടായി ചിക്കനുമാണ്. ഗാർലിക് നാൻ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ കടായി ചിക്കൻ എനിക്കൊരു ആവറേജ് ഫീലാണ് കിട്ടിയത്. മൊത്തത്തിൽ എനിക്ക് ഇന്നത്തെ ഫുള്ള് എനിക്കൊരു ആവറേജ് ഫീലായിരുന്നു കിട്ടിയത്. എന്ന് വെച്ചാൽ തീരെ മോശം എന്നല്ല, പക്ഷേ ഭയങ്കര സൂപ്പറും അല്ല അങ്ങനെയുള്ള രീതിയിൽ. കാരണം ഞങ്ങൾ ആലിഷാൻ ഇവിടുത്തെ വൺ ഓഫ് ദ ഫൈൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെന്നതാണ്. അപ്പം നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൂടിപ്പോയതിൻ്റെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളത് വണ്ടിയിൽ ഇന്ധനമൊക്കെ അടിച്ചിട്ട് ഞങ്ങളൊരു ഡ്രൈവ് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ ഡ്രൈവ് പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ? പലരേണ്ട ബീച്ചിലോട്ട്. അപ്പം നമ്മൾ രാത്രി സമയത്താണ് ചെന്നത്. ലൈക്ക് 9 PM ഒക്കെ കഴിഞ്ഞതായതുകൊണ്ട് തീരെ ക്രൗഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് ഭാവിയും ഭൂതവും ഒക്കെ അങ്ങ് വർത്തമാനം പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുന്നുംപുറമൊക്കെ നോക്കിയിരുന്നു. ആ കുന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ക്രിസ്മസ് ട്രീയുടെ ഒരു ഷേപ്പ് ഉണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ എടുത്തത്. ലോജിക്കില്ലെന്ന് അറിയാൻ, കാര്യമാക്കേണ്ട എൻ്റെ ലോജിക്കാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ കഥയൊക്കെ പറഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളതേ പതുക്കെ വീട്ടിലോട്ട് പോന്നു.